നമ്മുടെ നാട്ടിൽ തെങ്ങ് ഏലം കിട്ടാത്ത ആളെ കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ആപ്പിളിന് ആളെ കിട്ടുന്നത്. ഇവിടെ ഈ ആപ്പിൾ തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഒരു ആപ്പിൾ പോലും ശേഖരിച്ച് ഒരു മാർക്കറ്റിൽ പോവുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എന്തല്ല തോന്നിയിട്ടുള്ളത്? കുറവാണ്, വളരെ കുറവാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ആപ്പിൾ കഴിക്കുകയാണ്. ഇതിനെപ്പറ്റി ഒരുപാട് കഥകൾ പറയാണ്ടിട്ടാണ്, ഓരോന്നായിട്ട് പറയാം. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും ജർമ്മനി അടക്കം എല്ലാ രാജ്യങ്ങളിലും ആപ്പിൾ ഉണ്ടാവും. കാരണം ആപ്പിളിന് ഏറ്റവും പറ്റിയ ഒരു ക്ലൈമറ്റും അതിനനുസരിച്ച ഫെർട്ടിലൈസറിന്റെ മണ്ണുമാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പൊ ശരിക്കും ഈ ആപ്പിള് ഇവിടെ ഒരുപാടുണ്ട്. ശരിക്കും ലോകത്തില് എല്ലായിടത്തും ആപ്പിള് നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഈ വരുന്നത് പോളണ്ടിൽ നിന്നാണ്, യൂറോപ്പിൽ നിന്ന്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പോളണ്ടിൽ മാൻ പവർ താരതമ്യേന കുറവാണ്. ഇവിടെ ഈ ആപ്പിൾ തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഒരു ആപ്പിൾ പോലും ശേഖരിച്ച് ഒരു മാർക്കറ്റിൽ പോവുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എന്തല്ല തോന്നിയിട്ടുള്ളത്? കുറവാണ്, വളരെ കുറവാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു മിനിമം വേതനം ജർമ്മനിലൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു മണിക്കൂറിന് നാട്ടിലത്തെ 1500-2000 രൂപ സാധാ കൂലിപ്പണിക്കാരന് മണിക്കൂറിന് കൊടുക്കണം. അപ്പോൾ ആ ഒരു മണിക്കൂറിൽ ആപ്പിള് നമുക്കറിയാലോ എത്ര ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഒരു മണിക്കൂറിൽ 10 കിലോ ആപ്പിൾ കിട്ടിയാലും ഇത് ശരിക്കും ശേഖരിച്ചാൽ അതിന്റെ നഷ്ടം വരും അല്ലേ. അപ്പോൾ ശരിക്കും ഇന്ത്യയിൽ നമുക്കറിയാം ഒരു ആപ്പിളിന് 200-250 രൂപ വിലയുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ആവശ്യമുള്ള ആപ്പിൾ വരുന്നത് സിംലയിൽ നിന്നും കാശ്മീരിൽ നിന്നുമാണ്. അവിടെ ഏകദേശം നമ്മുടെ ആവശ്യമുള്ള 10% വരുന്നു. ബാക്കി 90% ഇന്ത്യയിൽ ആപ്പിൾ ഇമ്പോർട്ട് ചെയ്യണം. ആ ആപ്പിൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇറാനിൽ നിന്നാണ്. 40% ഇറാനിൽ ആപ്പിൾ. അത് കഴിഞ്ഞാൽ പോളണ്ടിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ വരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നാണ്. ഇത്തരം രാജ്യങ്ങളൊക്കെ ആപ്പിൾ വരുന്നുണ്ടെങ്കിലും ഈ ഏറ്റവും കൂടുതൽ ആപ്പിളുള്ള ജർമ്മൻ പോലത്തെ രാജ്യങ്ങളൊന്നും ഒരു ആപ്പിൾ പോലും പറിച്ച് ലോകത്ത് എവിടേക്കും അവർ അയക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാൻ പവർ ആണ് അത്ര. ഇറാനിൽ ഏറ്റവും ചീപ്പ് മാൻ പവർ ആണ്. പോളണ്ടിലും അതുപോലെ ചീപ്പ് മാൻ പവർ ആണ്. ജർമ്മൻ പോലത്തെ രാജ്യങ്ങളിലൊക്കെ മാൻ പവർ മാത്രം കൂടിയോണ്ട് ആപ്പിൾ കയറ്റി വെക്കുന്നില്ല. അപ്പം അതുകൊണ്ട് മനസ്സിലാകും ഒരുപാട് നമുക്ക് കഴിക്കാവുന്ന ആപ്പിൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ജർമ്മൻ പോലത്തെ രാജ്യങ്ങളുണ്ടെങ്കിലും അതിനൊന്നും അവർ പ്രൊമോട്ട് ചെയ്യാൻ മാത്രം എന്ത് ചെയ്യുന്നില്ല, ഡെവലപ്പ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് കാരണം മാൻ പവർ ആണ് അത്ര. അപ്പോൾ ശരിക്കും മാൻ പവർ കുറഞ്ഞ രാജ്യങ്ങളാണ് ശരിക്കും ഫ്രൂട്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് ഇറാനായാലും അതുപോലെ തന്നെ പോളണ്ട് ആയാലും സൗത്ത് ആഫ്രിക്ക ആയാലും അതുപോലെ മറ്റ് യൂറോപ്യൻ കൺട്രീസ്. നമ്മളൊക്കെ വളരെ അമൂല്യമായിട്ടും അതിർപ്പത്തോടും വളരെ എക്സ്പെൻസീവായിട്ടും മേടിക്കുന്ന ഒരു ആപ്പിള് കേടന്നു പോകുന്ന ആ ജർമ്മനില് കാണുമ്പോ നമുക്ക് എന്താ പറയാ ഒരു വിഷമം തോന്നുന്നുണ്ട് അല്ലേ. അതെ അതെ. മധുരമുണ്ടോ? അടിപൊളി മധുരം. മധുരം എന്നാണ് രക്ഷില്ല. പക്ഷെ എന്ത് ചെയ്യാം, ശരിക്കും ഇങ്ങനെ കെടുക്കാൻ കാരണം ഇവിടെ പറിക്കാൻ ആളെ കിട്ടുന്നില്ല അല്ലേ. ഇവിടെ ആപ്പിള് ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഭയങ്കര വിലയുണ്ട് ആപ്പിളിന്. പക്ഷെ ഇവിടെ ഇത് പറക്കാനും എടുക്കാനും പാക്കറ്റാക്കാനും പാക്കേജ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ ആപ്പിളിന്റെ വില പോലും അതൊക്കെ ഉണ്ടായാൽ ആപ്പിളിന്റെ വില പോലും കിട്ടില്ല അത്രേ. അപ്പൊ ശരിക്കും ജർമ്മനിൽ ഈ ആപ്പിള് നെക്സ്റ്റ് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം കേട്ടോ. അത് ശരിക്കും ഷെയർ ചെയ്യണം. അതിന് മെയിൻ കാരണം നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ അല്ലേ. നമ്മുടെ നാട്ടിൽ തെങ്ങ് ഏലം കിട്ടാത്ത ആളെ കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ആപ്പിളിന് ആളെ കിട്ടുന്നത്. ഒരുപാട് മോർഗൻ ടൈം. എൻ്റെ ഒപ്പം ക്യാമറമാൻ അജ്മൽ, അതുപോലെ ഡോക്ടർ അലി, അതുപോലെ ഫവാസ്, ഇവരൊക്കെ ഒരുപാട് കാലമായിട്ട് ഇവിടെ ഉള്ളവരാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ആപ്പിളിന് ഭയങ്കര വിലയാണ്. ആ വില കൂടിയ സാധനം ഇവിടെ വളരെ നെസ്റ്റ് എടുക്കുമ്പോൾ അവിടുത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്താണ് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒരുപാട് മലയാളികൾ കാണുന്നു, അവരൊക്കെ നമ്മളൊപ്പം ചേർന്ന് അവരൊക്കെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു. അത് ലോകത്തെ എല്ലാ മറ്റുള്ളവർക്കും നമുക്ക് എത്തിക്കാൻ കഴിയുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. Uçurtma koruda kuliş esnezi Uçurtma tomocu kuliş eskiri Igen askeri Ez esime meri Ona sip as a dom La yap ki ci top Jaram yak muta tom Ho joy la chop Ona sip as a side